ഹായ് ഹലോ, എല്ലാവരുടെയും റമദാനൊക്കെ എങ്ങനെ പോകണം? ഞാനും കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. നോമ്പും വർക്കും എല്ലാം കൂടെ കൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നില്ല. എന്നാൽ പിന്നെ ഇന്ന് നമുക്കേ ഒരു സിമ്പിൾ ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലോ. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന, നോമ്പിൻ്റെ സമയത്ത് മിക്കുള്ളവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണ്, എല്ലാവർക്കും അറിയാം. എന്നാലും ആർക്കെങ്കിലും, ബിഗിനേഴ്സിന് ആർക്കെങ്കിലും അറിയില്ല എങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചിക്കൻ നല്ല കഴുകി ഉപ്പും മഞ്ഞയും കുരുമുളകും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തും കൂടി ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക്, ഞാനൊരു ലേശം നമ്മുടെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എരി വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച്, എരിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എരി യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചത് ഈ സെയിം ചോപ്പറിലിട്ട് തന്നെ, മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ അത് വേറൊരു ടെക്സ്ചറായി പോകും. സോ ആ ചോപ്പറിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തിടുക. മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. പിന്നെ നമ്മൾ സമൂസ എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഞാനിങ്ങനെയാണ് മടക്കുന്നത്. അതായത് ആദ്യം നമ്മളിങ്ങനെ ഒരു റൗണ്ട് മടക്കിയതിന് ശേഷം കുറച്ചിങ്ങനെ ബാലൻസ് വരും. ആ കുറച്ച് ബാലൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് ആ പോർഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് നിറയ്ക്കുക. ഞാൻ അവസാനം ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് മൊസറല്ല ചീസൊക്കെ വെച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ് നമ്മൾ സമൂസയുടെ ട്രയാങ്കിൾ ആ ഷേപ്പിൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനിത് എണ്ണയിലല്ല കേട്ടോ പൊരിച്ചെടുത്തത്, നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് നന്നായി പൊരിച്ചെടുത്തതാണേ. നമ്മൾ ഈ റമദാൻ ഒരു നിയത്ത് ചെയ്തേക്കുക, എണ്ണയിൽ പൊരിച്ചതൊന്നും കഴിക്കില്ല. നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ സ്പെഷ്യൽ എന്തായിരുന്നു?